ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന ചാപ്റ്റർ 59ാമത്തെ പേജിലെ 3ാമത്തെയും 4ാമത്തെയും ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൽ 2 ചോദ്യം കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണപരീക്ഷയൊക്കെ ആവാറായിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. അതായത് പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് മാർക്ക് കിട്ടില്ല അല്ലേ. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള ഐഡിയയും കൂടെ വേണം. അപ്പോൾ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. എക്സാമിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് 18th എക്സാം വരുന്നത്. അതിന് മുന്നേ നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, 3ാമത്തെ ചോദ്യമാണ്. ഇൻ ദ പിക്ചർ ബിലോ ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡ് into 6 small triangles. Prove that all 6 triangles have the same area. ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ നടുവരകൾ 6 ചെറിയ ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ഓക്കെ, ഈ 6 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. നടുവരകൾ മീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്താ ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ? മിസ് ഈ പിക്ചർ തന്നെ കുറച്ച് വലുതാക്കിയിട്ട് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു മീഡിയൻ എന്ന് ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും? നമുക്കറിയാം, ത്രികോണത്തിന് 3 മൂലകളല്ലേ ഉള്ളത്, 3 കോർണേഴ്സ് അല്ലേ ഉള്ളത്. ഈ ഓരോ കോർണറിൽ നിന്നും ഓപ്പോസിറ്റ് വരുന്ന വരയുടെ കറക്റ്റ് മധ്യത്തിലേക്ക് നടുവിലേക്ക് വരയ്ക്കുന്ന വരയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മീഡിയൻ അഥവാ നടുവര എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് താഴോട്ടിലെ ഈ വശം ഒരു 6 സെൻറ്റിമീറ്റർ ആണ്, 3 3 എന്ന രീതിയിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ താഴോട്ട് കറക്റ്റ് നടുവിലേക്ക് ഒരു വര വരയ്ക്കും. അതേപോലെ ഈ വരയുടെ കറക്റ്റ് സെൻറ്ററിലേക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഈ പോയിന്റിൽ നിന്നൊരു വര വരയ്ക്കും. ഈ വര മീഡിയൻ ആണ്. അതേപോലെ തിരിച്ച് ഇവിടുന്നും ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ നടുവിലേക്ക് നമ്മൾ വരയ്ക്കുന്ന വരയാണ് മീഡിയൻ. അപ്പോൾ ഒരു ത്രികോണത്തിൽ എത്ര നടുവരകൾ വരയ്ക്കാം, എത്ര മീഡിയൻസ് വരയ്ക്കാം? 3 എണ്ണം വരയ്ക്കാം അല്ലേ. 3 വശങ്ങളുടെയും കറക്റ്റ് മിഡ് പോയിന്റിലേക്ക് നടുവിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിൽ 3 വരകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ 3 വരകളും കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഒരു പേര് പറയല്ലോ. എന്തായിരുന്നു അതിൻ്റെ പേര്? സെൻട്രോയിഡ്. മലയാളത്തിൽ എന്തായിരുന്നു പറയുക? മധ്യമ കേന്ദ്രം. അതായത് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടേം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 3 മീഡിയൻസ് ഇല്ലേ, നടുവരകളില്ലേ, നമ്മൾ ഓരോന്നിൻ്റെയും നടുവിലേക്ക് ജോയിൻ ചെയ്യുന്നത്, ഈ 3 വരകളൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഒരു കോമൺ പോയിന്റ് വരുന്നത്. ഈ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രോയിഡ് അല്ലേ, മധ്യമ ബിന്ദു എന്ന് വിളിക്കും. ഈ 3 വരകളുടെയും കറക്റ്റ് മിഡ് പോയിന്റ്. ഈ മധ്യമ ബിന്ദുവിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. അത് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്താ മധ്യമ ബിന്ദുവിൻ്റെ ഈ സെൻട്രോയിഡിൻ്റെ പ്രത്യേകത? ഈ വര കണ്ടോ? അതായത് നമ്മൾ ഈ ത്രികോണത്തിൽ ഒരു വര, ഞാൻ ഈ മീഡിയൻ സെലക്ട് ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്ന് ഈ താഴോട്ട് വരച്ച ഈ മീഡിയൻ സെലക്ട് ചെയ്യുന്നു. ഈ മൊത്തം മീഡിയൻ്റെ നീളം ഉണ്ടല്ലോ, ഒരു 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. മൊത്തം സെൻറ്റിമീറ്റർ 3 ആണെങ്കിൽ ഇത്രയും ഭാഗം 2ഉം ഇവിടുന്ന് ഇങ്ങോട്ട് 1 അതെങ്ങനെയായാലും അങ്ങനെ വരുള്ളൂ. അതായത് 2:1 എന്ന അംശബന്ധത്തിൽ ഈ വര മുറിയും. അത് ഏത് മീഡിയൻ ആണെങ്കിലും ശരി. അതായത് ഇപ്പോൾ തിരിച്ചിങ്ങോട്ടാന്ന് വിചാരിക്കുക, ഈ മൊത്തം വരയുടെ നീളത്തിൻ്റെ 2 ഭാഗം ഇവിടെ എപ്പോഴും 2:1 എന്നാണ് നല്ല മീനിങ്. അംശബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഐഡിയ ഉണ്ടാവുക. മൊത്തം വരയുടെ 2 ഭാഗം ഇവിടെയും ഒരു ഭാഗം ഇവിടെയും വരും. നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ? ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇതല്ലേ, ത്രികോണത്തിൻ്റെ ഒരു മൂല എന്ന് പറയുന്നത് ഇതല്ലേ. ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഏത് ഭാഗത്തിനാണ് നീളം കൂടുതൽ? ഈ ഭാഗത്തിനല്ലേ നീളം കൂടുതൽ. ഈ പോയിന്റിൻ്റെ അടുത്തുള്ള ഇതെന്ന് പറയുന്ന ഈ വരയുടെ 2 ഭാഗവും ബാക്കി ഒരു ഭാഗവും ഉണ്ടാവുള്ളൂ. അതായത് ചെറിയ നീളമായിരിക്കും മറ്റേത്. ഏത് വര എടുത്താലും അങ്ങനെ. ഇത് തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 2:1 എന്നുള്ള അംശബന്ധത്തിലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം ഐഡിയ ഉണ്ടാവുക. നമ്മൾ അതുകൂടി ഉപയോഗിച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ചെയ്യാനുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് പ്രൂവ് ദാറ്റ് ഓൾ 6 ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ഏരിയ. ഇങ്ങനെ 3 മീഡിയൻ വരച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? 3 മീഡിയൻ വരച്ചപ്പം ഈ ഫുൾ ത്രികോണം എത്ര ഭാഗങ്ങളായിട്ട് മാറി, എത്ര ത്രികോണങ്ങളായിട്ട് മാറിയതാ? 1 2 3 4 5 6 ത്രികോണങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ശരിയല്ലേ?
ഈ 6 ത്രികോണങ്ങളുടെയും ഏരിയ സെയിം ആണെന്ന് നമ്മൾ തെളിയിക്കണം. ഓൾ 6 ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ഏരിയ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഏരിയാസ് ഈക്വൽ ആണ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നിന് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ മിസ് ഇതിനൊരു പേര് കൊടുക്കുകയാണ്. ഈ ത്രികോണത്തിന് ABC എന്ന് പേര് കൊടുത്തു. അതേപോലെ തന്നെ ഈ ഓരോ വരകളുടെയും സെൻറ്ററിന് PQR എന്ന് പേര് കൊടുത്തു. ഈ സെൻറ്ററിലുള്ള മീഡിയൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മധ്യമ ബിന്ദു അല്ലേ. 3 മീഡിയൻസും കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദു, അതായത് 3 നടുവരകൾ കൂടി കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിന് നമ്മൾ M എന്നും പേര് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ ത്രികോണങ്ങൾ ഇതാ BMR ഉണ്ട്, RMC ഉണ്ട്, QMC ഉണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ ഏരിയ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. നമുക്ക് ആദ്യം തന്നെ ഈ ത്രികോണം നോക്കുക. അതായത് ABR എന്ന് പറഞ്ഞൊരു ത്രികോണം കണ്ടോ നിങ്ങൾ? ABR ഈ ത്രികോണം കണ്ടോ? ഈ ത്രികോണത്തിന് നമ്മൾ ആദ്യം തന്നെ വരയ്ക്കാൻ പോകുന്ന ഏരിയ ഏതാണെന്നറിയോ? ആദ്യം തന്നെ ഈ മീഡിയൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് AR എന്നുള്ള മീഡിയൻ വേറെ ഒന്നുണ്ടെന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെയുള്ളൊരു ത്രികോണത്തിലേക്ക് നമ്മൾ AR എന്നുള്ളൊരു മീഡിയൻ വരച്ചു, ശരിയല്ലേ? അപ്പോൾ ഈ ത്രികോണം എത്ര ഭാഗങ്ങളായിട്ട് മാറി? ഇവിടെയും ഒരു ത്രികോണമുണ്ട്, ഇവിടെയും ഒരു ത്രികോണമുണ്ട്, ശരിയാണല്ലോ. ഈ ത്രികോണത്തിന് ഈ ത്രികോണത്തിൻ്റെ പേരെന്താണ്? ഇവിടെ B അല്ലേ, ABR ആണല്ലോ. അതേപോലെ ഈ ത്രികോണത്തിൻ്റെ പേരെന്താ? ARC അല്ലേ. 2 ത്രികോണങ്ങൾ, ഈ AR ഈ വലത് ഭാഗം C അല്ലേ. ഈ മുഴുവൻ ത്രികോണത്തെ തന്നെയാണ് മിസ് ഇങ്ങോട്ട് വരച്ചത്. 3 മീഡിയൻ, 3 നടുവരകൾ ഒരുമിച്ച് പറയാതെ ഓരോ നടുവരയായിട്ട് പറയാ. അതായത് ഇതാ ഈ നടുവരേൻ്റെ കാര്യം പറഞ്ഞു, AR എന്ന് പറയുന്ന മീഡിയൻ സെലക്ട് ചെയ്തു. ഈ AR എന്ന് പറയുന്ന മീഡിയൻ വെച്ച് നോക്കുമ്പോൾ ഇനി നിങ്ങൾ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഒന്ന് പറ, ഏരിയ പറ. ഏതിൻ്റെ ഏരിയ ആണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABR. ABR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ വരിക? എടാ ത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ, അത് മറന്നു പോകരുത്. ഏത് ത്രികോണമായാലും അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു H അല്ലേ. അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അതോ അറിയാത്തവരുണ്ടോ? പാദം എന്ന് പറഞ്ഞാൽ അടിഭാഗത്തെ നീളവും ഉയരം എന്ന് പറഞ്ഞാൽ കുത്തനെ വരയ്ക്കുന്ന ഉയരവുമാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയും നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് തന്നെയാണ് വേണ്ടത്? പാദവും ഉയരവും അല്ലേ. അപ്പം മിസ് ഹാഫ് എന്ന് എഴുതി. നമ്മൾ സെലക്ട് ചെയ്ത ത്രികോണം ABR, ഈ ത്രികോണം അല്ലേ. ഈ ത്രികോണത്തിൻ്റെ ബേസ് ഏതാ? BR എന്നുള്ളത്, ഇതല്ലേ ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ ഞാൻ BR എന്ന് എഴുതി. അപ്പോൾ BR ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ AR ഒരിക്കലും ഹൈറ്റ് ആവില്ല. എടാ AR എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ പോകുന്നത്. ചെരിഞ്ഞ നീളത്തിനെ നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കൂല. നമുക്ക് ഉയരം എന്ന് പറയുന്നത് എപ്പോഴും കുത്തനെ വരയ്ക്കുന്ന വരേനെ മാത്രമേ നമ്മൾ ഉയരമായിട്ട് എടുക്കുള്ളൂ. അതായത് എങ്ങനെ വരയ്ക്കണം? ഇത് ഉയരാന്ന് വിചാരിക്കും, 90 ഡിഗ്രിയിൽ വരുന്ന വരയെ മാത്രമേ നമ്മൾ എന്തായിട്ട് എടുക്കുള്ളൂ? ഹൈറ്റ് ആയിട്ട് എടുക്കുള്ളൂ. പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോൾ ഇതാ ബേസ് എന്ന് വെച്ചാൽ ഈ വശത്തിലേക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന്, ഇതിൻ്റെ നേരെ എതിരെയുള്ള ഒരു മൂല ഉണ്ടാവില്ലേ, ആ മൂലയിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്ന കുത്തനെയുള്ള വരേനെ മാത്രമേ നമ്മൾ ഹൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഹൈറ്റ് എടുത്തു, H വരച്ചത് ഹൈറ്റ് ആയിട്ട് വിചാരിക്കുക. അപ്പം മിസ് അതിനെ H എന്നും എഴുതി, ശരിയല്ലേ? ഹാഫ് ഇൻറ്റു BR ഇൻറ്റു H, അതവിടെ നിൽക്കട്ടെ. ഇനി അതേപോലെ നമുക്ക് അടുത്ത ഏരിയ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാ? ABR കഴിഞ്ഞു. ഇനി തിരിച്ചിങ്ങോട്ടുള്ള ട്രയാങ്കിൾ ഏതാ? ARC, ശരിയല്ലേ? അപ്പം ARC വിച്ച് ഈസ് ഈക്വൽ ടു, ഇതേപോലെ നമുക്ക് പറഞ്ഞൂടെ ഏത് ത്രികോണത്തിൻ്റെ പരപ്പളവായാലും അര ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ബേസ് ആരാ? ARC എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് RC അല്ലേ, ശരിയല്ലേടാ? RC എന്ന് പറയുന്ന നീളമല്ലേ ബേസ് ആയിട്ട് വരിക അല്ലേ. അപ്പം ഞാൻ എന്തെഴുതുന്നു? RC ഇൻറ്റു H ആരാ? ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് AR ആണോ? അല്ല, ഒരിക്കലും അല്ല. എപ്പോഴും കുത്തനെയുള്ള നീളം അല്ലേ. അതായത് ഈ പാദത്തിലേക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന മൂലയിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്ന കുത്തനെയുള്ള നീളം. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ത്രികോണത്തിൽ നമ്മൾ ഒരു ഹൈറ്റ് വരച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ആദ്യം എടുത്ത ത്രികോണത്തിൻ്റെ ഹൈറ്റും ഈ H തന്നെ ആയിരിക്കും.
നമ്മൾ ഇങ്ങോട്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഈ ത്രികോണത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ പറയുന്നത്, ഈ ഒരു ത്രികോണത്തെക്കുറിച്ച്. അതിൻ്റെ ഹൈറ്റും ഈ എച്ച് തന്നെ ആയിരിക്കൂലേ? കാരണം ഈ മൂലയിൽ നിന്ന് നേരെ 90 ഡിഗ്രിയിൽ താഴോട്ട് വരയ്ക്കുന്ന വര തന്നെയാണ് ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ചെരിഞ്ഞു പോകാൻ പറ്റുമോ? ഇല്ല, കുത്തനെ വരയ്ക്കണം. അപ്പോൾ ഈ രണ്ട് ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ എച്ച് തന്നെ ആയിരിക്കൂലേ? അപ്പോൾ അതാ ആ എച്ചിന് മാറ്റമല്ലേ? അപ്പോൾ മിസ് എന്ത് തന്നെ എഴുതുന്നു? RC × H എന്ന് എഴുതുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? പക്ഷെ ഇവിടെ അതായത് ഈ BR-നും RC-ക്കും എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? BR-നും RC-ക്കും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എടാ, ഈ BR-നും RC-ക്കും ഒരേ നീളമായിരിക്കൂലേ? ഈ BR-ഉം RC നോക്ക്, ഇത് BR 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 തന്നെ ആയിരിക്കും. കാരണം എന്താ? ഈ AR എന്ന് പറയുന്നത് മീഡിയൻ അല്ലേ, നടുവരയല്ലേ? മീഡിയൻ്റെ പ്രത്യേകത എന്താ? ഇത് ഏത് വശത്തിലേക്കാണോ വരയ്ക്കുന്നത് ആ വശത്തിനെ കറക്റ്റ് 2 ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യൂലേ? അതായത് ഈ AR എന്ന് പറയുന്ന വര എങ്ങനെയുള്ള 6-ൽ വന്ന് മുട്ടാൻ കാരണം എന്താ? ഈ BC എന്ന് പറയുന്ന വരയുടെ കറക്റ്റ് സെൻറ്ററാണ് 6. അതായത് ഈ BR-ൻ്റെ നീളവും RC-ൻ്റെ നീളവും സെയിം ആവില്ലേ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ വലിയ ത്രികോണം അല്ലേ, അതായത് ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ താഴത്തെ വശമല്ലേ BC? ഈ BC-വിനെ 2 പകുതികളാക്കിയതല്ലേ ഇത് രണ്ടും? അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ നേരെ പകുതി ആയിരിക്കൂലേ, പകുതി ഏരിയ ആയിരിക്കൂലേ ഇതിനും വരിക? കാരണം എന്താ? ഈ രണ്ടിൻ്റെ ആൻസർ സെയിമാ. BR എന്ന് പറയുന്ന ഞാൻ ചോദിക്കട്ടെ, ഈ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് നിങ്ങൾ എങ്ങനെയാണ് എഴുതുക? ഈ ത്രികോണം ABC മാത്രം വിചാരിക്കുക, ഇതിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് എഴുതുക? ഇത് ബേസ് അല്ലേ? ഈ BC എന്ന് പറയുന്നത് ബേസ്, ഇവിടെ നേരെ കുത്തനെ വരയ്ക്കുന്നത് H. അപ്പോൾ ബേസ് × ഹൈറ്റ് എന്നല്ലേ നിങ്ങൾ എഴുതുക? അപ്പോൾ ഈ മൊത്തം വരയുടെ നേർ പകുതിയല്ലേ BR-ഉം RC-യും? അതായത് ഈ മുഴുവൻ ത്രികോണത്തിൻ്റെ നേർ പകുതി വരും ആരൊക്കെ പരപ്പളവുകൾ? ഈ ത്രികോണത്തിൻ്റെയും പരപ്പളവ് എന്ന് പറയുന്നത് ഈ മുഴുവൻ ത്രികോണത്തിൻ്റെ നേരെ പകുതി വരും. കാരണം മുഴുവൻ ത്രികോണം എടുക്കുമ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ മുഴുവൻ നീളമാണ്. പക്ഷേ ഈ ചെറിയ 2 ത്രികോണങ്ങൾ എടുത്തപ്പോൾ BR-ഉം RC-യും, ഈ BC എന്ന് പറയുന്ന നീളത്തിൻ്റെ നേർ പകുതികളാണ് BR-ഉം RC-യും. അപ്പോൾ അതിൻ്റെ പരപ്പളവുകളും നേരെ പകുതിയാവൂലേ? കാരണം ഈ AR എന്ന് പറയുന്നത് എന്താ? മീഡിയൻ ആണ് അല്ലേ? മീഡിയൻ ആണെങ്കിൽ ഈ വരേനെ കറക്റ്റ് നടുവാക്കും. അപ്പോൾ ഈ മൊത്തം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവുകളും അതേപോലെ നേർ പകുതിയാവൂലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ ത്രികോണം ARC-യുടെ അല്ലേ, അതായത് ഏരിയ ഓഫ് ത്രികോണം ABR-ൻ്റെ ഏരിയയും അതേപോലെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഇവിടെ ഇത് വേണ്ട കേട്ടോ, അതേപോലെ നമ്മൾ കണ്ടുപിടിച്ച ഏരിയ ഓഫ് ആരുടെ ഏരിയ? ത്രികോണം ARC, ഈ 2 ത്രികോണങ്ങളുടെയും ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? ഈ വലിയ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ നേർ പകുതി ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ½ × ഏരിയ ഓഫ് ആരുടെ ഏരിയ? ½ × ഏരിയ ഓഫ് എങ്ങനെ എഴുതാം? ഇവിടെ എഴുതാം കേട്ടോ. ഏരിയ ഓഫ് ഏത് ത്രികോണത്തിൻ്റെ? ABC എന്ന് പറയുന്ന ഈ വലിയ ത്രികോണത്തിൻ്റെ ഏരിയയുടെ കറക്റ്റ് പകുതി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ട്രയാങ്കിൾ എഴുതിയില്ല അല്ലേ? ട്രയാങ്കിൾ ABC. ഈ ABC എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൻ്റെ കറക്റ്റ് പകുതി ആയിരിക്കും ഇയാളും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വലിയ ത്രികോണത്തിൻ്റെ പകുതിയാണ് ഇതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? ഈ 6 എണ്ണത്തിനും തുല്യമാണെന്ന് തെളിയിക്കണം അല്ലേ? ഒരേ പരപ്പളവാണ്. അല്ലാതെ വലുതിൻ്റെ പകുതിയാണ് 2 എന്നാണോ തെളിയിക്കേണ്ടത്? അല്ല. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കി നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഈ വലിയ ത്രികോണം കണ്ടോ? ഏത്? അതേപോലെ ഇനി നമുക്ക് അടുത്ത ത്രികോണം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് പകുതിയാണെന്ന് പറഞ്ഞടിച്ചു അല്ലേ? ഇനി ത്രികോണം MBR എന്ന് പറയുന്ന ത്രികോണം AMB നോക്കുക. ഏതൊക്കെയാണ്? MBR ഈ ത്രികോണം കണ്ടോ? അതേപോലെ AMB.
ഈ രണ്ട് ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ഇങ്ങനെ വരച്ചില്ലേടാ, ഈ ഒരു വര വരച്ചില്ലേ, ഇതൊരു മീഡിയൻ അല്ലേ അല്ലേ? ഇത് ബേസ് ആയിക്കൊണ്ട് നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളെ ഒന്ന് നോക്കാം. ഏതൊക്കെയാ ത്രികോണം? ഏരിയ ഓഫ് ആരുടെ ആദ്യം പറഞ്ഞത്? ട്രയാങ്കിൾ MBR, ശരിയല്ലേ? MBR എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ അതെന്ന് പറയുന്നത് നമുക്കറിയാം, ത്രികോണത്തിൻ്റെ ഏത് ഏരിയ? അര ഇൻറ്റു BH ആണ് അല്ലെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ MBR എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞത് ഈ വലിയ ത്രികോണം എടുത്തു, ഈ ചെറുതും എടുത്തു, ഈ വലിയ ത്രികോണത്തിൽ ഇതിൻ്റെതും പറഞ്ഞു വെച്ചു, ഇതിൻ്റെതും പറഞ്ഞു വെച്ചു അല്ലേ? വലുതിൻ്റെ നേർ പകുതികളായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ ഈ പകുതി എടുക്കുക, ഇനി അടുത്ത പകുതി എടുക്കുന്നു. ഈ പകുതിനെ നമ്മൾ വീണ്ടും രണ്ട് ത്രികോണങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഏതൊക്കെയാ? ഈ ഒന്നും ഈ ഒന്നും. അങ്ങനെ നമ്മൾ പിന്നെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അവിടെയാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത് കേട്ടോ. അതായത് MBR എന്ന് പറഞ്ഞ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഏരിയ ബേസ് എന്ന് പറയുന്നത് MR അല്ലേ, അല്ലെങ്കിൽ RM അല്ലേ വരിക? ഇത് ബേസ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിലേക്ക് വരയ്ക്കുന്ന നേരെ കുത്തനുള്ള വരേനല്ലേ ഹൈറ്റ് എന്ന് പറയുക. കാരണം 90 ഡിഗ്രിയിൽ വരയ്ക്കണം അല്ലേ? അപ്പോൾ ഇത് ഹൈറ്റ് ആക്കിയിട്ട് എടുത്തു. അപ്പം ഈ നീല ത്രികോണത്തിൻ്റെ MBR എന്ന് പറഞ്ഞ ഈ ത്രികോണത്തിനെ സംബന്ധിച്ച് ഇത് ബേസ്, RM എന്ന് പറയുന്നത് ബേസും ഇത് ഹൈറ്റും ആയിട്ട് ഞാൻ എഴുതുന്നു കേട്ടോ. അപ്പം നമുക്ക് എന്ത് എഴുതാം? RM ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റിന് H തന്നെ എഴുതി, ശരിയല്ലേ? അടുത്ത് നമ്മളിതാ ഈ MBR എന്ന് പറഞ്ഞ ഈ വലിയ ABR എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൻ്റെ രണ്ട് ചെറിയ ത്രികോണങ്ങളാണ് കൺസിഡർ ചെയ്തത്. ഒന്ന് ഈ നീലയും ഒന്ന് ഈ മഞ്ഞ കളറിലെ വലിയ ത്രികോണം. ഓക്കെ, ഇതിൻ്റെ നടുവിലുള്ള ഈ വരപ്പം നോക്കണ്ട കേട്ടോ, ഇതിനൊറ്റയ്ക്ക് ഒരുമിച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ആ ത്രികോണത്തിൻ്റെ പേരെന്താ? ABM, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആ ത്രികോണത്തിൻ്റെ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ AMB. എടാ, ഈ AMB എന്ന് പറഞ്ഞ ത്രികോണത്തിനെ സംബന്ധിച്ച് AMB എന്ന് പറയുന്ന ത്രികോണത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ ബേസ് നമ്മൾ ആരായിട്ട് എടുക്കുന്നു? AM ആയിട്ട് എടുക്കുന്നു, ശരിയല്ലേ? ഇത് AM, ഇത് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ബേസിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന നേരെ കുത്തനുള്ള വരേനെയാണ് എന്തെന്ന് പറയുക? ഹൈറ്റ് ആക്കിയിട്ട് എടുക്കുക അല്ലേ? പക്ഷെ ഈ പാദത്തിനെ സംബന്ധിച്ച് അതിൻ്റേക്ക് നേരെ ഈ B എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നേരെ കുത്തനെ വരയ്ക്കുന്ന വര എന്ന് പറയുന്നത് ഈ ഹൈറ്റ് തന്നെയല്ലേ? അല്ലാതെ നമുക്ക് ഈ ബിയിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കാൻ പറ്റുമോ? ചെരിച്ച് വരച്ചാൽ അതൊരിക്കലും 90 ഡിഗ്രിയിൽ വരയ്ക്കാൻ കഴിയില്ല. 90 ഡിഗ്രിയിൽ വരയ്ക്കണമെങ്കിൽ ഈ AM എന്ന് പറയുന്ന നീളം കുറച്ച് നീട്ടി വരച്ചാലും കുഴപ്പമില്ല, ഈ H തന്നെ ഇവിടെയും വരുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞ ത്രികോണത്തിൻ്റെയും ഈ നീല ത്രികോണത്തിൻ്റെയും ഉയരം സെയിം ആണ് അല്ലേ? ഈ H തന്നെയാണ് ഈ രണ്ട് ത്രികോണത്തിനും വരിക. ബേസുകൾ ഇവിടെ MB MRും ഇവിടെ AM അത് മാറുന്നേ ഉള്ളൂ. അപ്പോൾ ഹൈറ്റ് നമ്മൾ H എന്ന് തന്നെ എഴുതുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത്? ഇതാണ് ഇവിടുത്തെ ബേസ് അല്ലേ? AM. അപ്പം AM ഇൻറ്റു Hന് മാറ്റമല്ല, H എന്ന് എഴുതുന്നു, ശരിയല്ലേ? അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇനി ഈ രണ്ട് ത്രികോണത്തിൻ്റെയും അംശബന്ധങ്ങളൊന്ന് എഴുതാം നമുക്ക്. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയനെ മിസ് എന്ന് അല്ല ഏരിയ എന്ന് തന്നെ എഴുതാം അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ MBRും അതേപോലെ ഏതൊക്കെ അതിൻ്റെ അംശബന്ധവും ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AMB. ഇപ്പോൾ എഴുതിയ രണ്ടെണ്ണത്തിൻ്റെ അംശബന്ധം നോക്ക്. അംശബന്ധം എഴുതുന്ന സമയത്ത് ഈ രണ്ടെണ്ണത്തിൻ്റെ അംശബന്ധം കേട്ടോ നമ്മൾ എഴുതുന്നത്. ഇങ്ങനെ ബൈ വരച്ചു എന്ന് വിചാരിക്കും, രണ്ട് കുത്തിടുന്നതും താഴെ വരയ്ക്കുന്നതും സെയിമാ. എടാ, ഈ അരയും രണ്ടിലും കോമൺ അല്ലേ? ഇവർ തമ്മിലുള്ള അംശബന്ധമല്ലേ നോക്കുന്നത്? അപ്പോൾ ഈ അരയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതേപോലെ ഇവിടെ എന്തൊക്കെ കട്ടാവും? ഈ ഹൈറ്റും രണ്ടിലും കോമൺ അല്ലേ? രണ്ടെണ്ണത്തിന് നമ്മൾ അംശബന്ധം എടുക്കുമ്പോൾ ഒരേപോലെ ഉള്ളത് കട്ടാവും. പിന്നെ ബാക്കി ആരാ ഉള്ളത്? RM ഉണ്ട്, അംശബന്ധമായിട്ട് ഈസ്റ്റ് എന്ന് എഴുതാം. RM ഉണ്ട്, AM ഉണ്ട്. ഈ വരകൾ തമ്മിലുള്ള അംശബന്ധം അല്ലേ കിട്ടിയത്? ഇവർ തമ്മിലുള്ള അംശബന്ധം എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതായത് നമ്മൾ പറയുന്നത് RM AM. RM AM എന്നുള്ള വര നോക്ക്. എടാ, ഇതാണ് RM, ശരിയല്ലേ? ഇത് RM ഇത് AM. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു ത്രികോണത്തിൽ നമ്മൾ മീഡിയൻസിലെ നടുവരകൾ വരച്ചു കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് സെൻട്രോയിഡ്, മധ്യമ ബിന്ദു. ഈ ബിന്ദുവിനൊരു പ്രത്യേകത ഉണ്ട്.
ഇത് ഈ മീഡിയനെ 2:1 എന്നുള്ള അംശബന്ധത്തിൽ ഭാഗിക്കും. അതായത് മൊത്തം ഈ വരയുടെ നീളം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ AM വരെയുള്ളത് 2 ബാക്കി 1 ആയിരിക്കും. അങ്ങനെ അത് വരുള്ളൂ, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ പോവൂല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം ഈ AM എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ ഭാഗവും MR എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞ ഭാഗവുമാണ്. ശരിയല്ലേ? 2:1 എന്നുള്ള ഭാഗമല്ലേ വരിക. അപ്പം നമ്മൾ എന്ത് എഴുതുന്നു? ഇത് തമ്മിലുള്ള അംശബന്ധത്തിന് ഈ നീളങ്ങളിലെ AM പകരം എനിക്ക് 2 എന്നും MR പകരം മിസ്സിന് എന്ത് എഴുതാം? 1 എന്നും എഴുതാം. കാരണം ഇതൊരു മീഡിയനാണ്. ഈ മീഡിയൻ അല്ലെങ്കിൽ ഇതൊരു നടുവരയാണ്. നടുവര 2:1 എന്നുള്ള അംശബന്ധത്തിലെ ഭാഗിക്കുള്ളൂ. അവിടെ വേറെ ഒരു നമ്പറും വരൂല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ RM നീളം എന്താ മാറിപ്പോയത്? RM സ്ഥാനത്ത് 1ഉം AM സ്ഥാനത്ത് 2ഉം ആണ് കേട്ടോ. അപ്പോൾ RM സ്ഥാനത്ത് എന്തെഴുതുന്നു? 1:, AM സ്ഥാനത്ത് 2. അംശബന്ധം എഴുതി. ക്ലിയർ അല്ലേ? അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ത്രികോണം കണ്ടോ നിങ്ങൾ? അതായത് നമ്മൾ ഏത് ത്രികോണം? ഈ ABR എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ ബേസ് അല്ലേ നമ്മൾ 2, 1 എന്നാക്കിയത്? അതായത് ഈ ABR എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര ഭാഗം? 3ൽ 2 ഭാഗം ഇവിടെയും ഇതെന്ന് പറയുന്നത് 3ൽ 1 ഭാഗവുമായിരിക്കും. ശരിയല്ലേ? അതായത് ഈ MBR എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് മുഴുവൻ ഈ ABR എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് കണ്ടോ? ഞാൻ വരയ്ക്കുന്നത് നോക്കാം. ഈ ത്രികോണത്തിൻ്റെ 2 ഭാഗം പാദം, അതായത് ബേസിൻ്റെ 2 ഭാഗം വടി 1 ഭാഗം വടിയല്ലേ? അപ്പോൾ ഈ ചെറിയ നീല ത്രികോണം MBRനെ സംബന്ധിച്ച് ഈ ABR എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൻ്റെ 3ൽ 1 ഭാഗം മാത്രമല്ലേ ഇത് വരുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി കൊടുക്കാം. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം? മിസ് തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ഒന്ന് റിമൂവ് ചെയ്താലോ? അല്ലെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നോക്കുക. നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ചെറിയ ത്രികോണത്തിൻ്റെ കാര്യം. ഏത് ത്രികോണത്തിൻ്റെ? ഈ MBR എന്ന് പറഞ്ഞ ഈ ത്രികോണം കണ്ടോ? അത് നോക്കുക. ഏരിയ ഓഫ് ത്രികോണം MBR എന്ന് പറയുന്നത് ഈ മുഴുവൻ ത്രികോണത്തിൻ്റെ ഏത്? ഈ ABR എന്ന് പറയുന്ന മുഴുവൻ ത്രികോണം കണ്ടോ? ഈ ABRൻ്റെ 3ൽ 1 ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം മൊത്തം 2 ഭാഗം വടി 1 ഭാഗം വടിയാണ് അല്ലേ? അപ്പം 3ൽ 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? അതായത് 1/3 അല്ലേ? 1/3 ഓഫ് ആരുടെ ഏരിയൻ്റെ? വലിയ ത്രികോണത്തിൻ്റെ ഏരിയ ഓഫ് ഈ വലിയ ത്രികോണത്തിൻ്റെ പേരെന്താ? ABR. ശരിയല്ലേ? അപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞു വെച്ചു. നമ്മൾ ഓൾറെഡി ഈ ട്രയാങ്കിൾ ABR എവിടെയോ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്ക്, ABR എന്ന് പറയുന്ന ത്രികോണം എന്ന് പറയുന്നത് ഈ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പകുതിയാണ്. ആദ്യം പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഈ ABCൻ്റെ നേരെ പകുതിയാണ് ABR എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? അപ്പോൾ ഈ ABRനെ മിസ് ഒന്നുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/3 അങ്ങനെ തന്നെ വെക്കുന്നു. ഈ ഒരു ഏരിയയ്ക്ക് പകരം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABR നമ്മളിവിടെ എഴുതി വെച്ചത് കണ്ടോ? ABR എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൻ്റെ പകുതിയാണ് എന്ന് അതിങ്ങോട്ട് എഴുതി കൊടുക്കുക. അതായത് 1/2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പകുതിയാണ്. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചതാ. അപ്പം നമുക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യുക? 1 ഇൻറ്റു 1ഉം ചെയ്യുക, 3 ഇൻറ്റു 2 അല്ലേ? 1 ഇൻറ്റു 1 1, 3 ഇൻറ്റു 2 6 ഇൻറ്റു ആരുണ്ട്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അതായത് ഈ ഏതിൻ്റെ ഏരിയ? ട്രയാങ്കിൾ MBR എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മുഴുവൻ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ 6ൽ 1 ഭാഗം മാത്രമാണ്. അതായത് ഈ ത്രികോണങ്ങൾ നിങ്ങൾ കണ്ടോ? അതായത് 6 ത്രികോണങ്ങൾ കണ്ടോ? ഈ 6ൽ 1 മാത്രമാണ് ആര് വരിക? ഇത് വരിക. അപ്പോൾ ഈ ABC എന്ന് പറയുന്ന ത്രികോണത്തിന് നമ്മൾ മീഡിയൻസ് വരച്ചപ്പം ഇത് ഓൾറെഡി 6 എണ്ണം ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 6ൽ 1 ഏരിയ ആണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതെന്ന് പറയുന്നത് 6ൽ 1, ഇതെന്ന് പറഞ്ഞാൽ വീണ്ടും 6ൽ 1. ഇത് തെളിയിച്ച ഈ ചെറിയ ABR എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് മൊത്തം ഈ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 6ൽ 1 അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവും മൊത്തം ത്രികോണത്തിൻ്റെ 6ൽ 1, ഇതും 6ൽ 1, ഇതും 6ൽ 1, എല്ലാം ഇതിൻ്റെ 6ൽ 1 ആയിരിക്കൂലേ? അപ്പം നിങ്ങൾ നോക്ക്, എല്ലാ പരപ്പളവുകളും തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞില്ലേ?
ഇനി ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇതേ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഓരോ മീഡിയനും നമ്മൾ തുടക്കത്തിൽ കൺസിഡർ ചെയ്തത് ഈ മീഡിയനാ, പിന്നെ തിരിച്ച് ഈ മീഡിയൻ അല്ലേ, ഈ മീഡിയൻ പറഞ്ഞു, ഈ മീഡിയൻ വെച്ചിട്ട് AR എന്ന് പറയുന്ന മീഡിയൻ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യം പ്രൂവ് ചെയ്തത്. നിങ്ങൾക്ക് തിരിച്ചിനി PC എന്ന് പറയുന്ന മീഡിയൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഏത് ത്രികോണങ്ങൾ സെലക്ട് ചെയ്താൽ മതി? ഈ 2:1 എന്നുള്ള അംശബന്ധത്തിൽ ഇവിടെ 2 അല്ലേ, PC സംബന്ധിച്ച് ഇത് 2ഉം ഇത് 1ഉം ആയിരിക്കും. കറക്റ്റ് അല്ലേ? നമുക്കറിയാം മീഡിയൻ 2:1 എന്നുള്ള അംശബന്ധത്തിൽ മുറിയും. അത് വെച്ചിട്ട് ഈ ഓരോ ത്രികോണവും 1/6 ആണെന്ന് തെളിയിക്കാം. ഒരു ഭാഗം തന്നെ നമുക്ക് കിട്ടി 6ൽ 1 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം മൊത്തം 6 ഭാഗമാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. അങ്ങനെയാണ് ഇതൊക്കെ 6ൽ 1 ആവണ്ടേ? അപ്പോൾ സിമിലർലി എന്ന് വെച്ചിട്ട് നമുക്ക് പറഞ്ഞാൽ പോരെ, ഓരോന്നിൻ്റെ ഏരിയ എന്ന് പറയുന്നതും 6ൽ 1 ആയിരിക്കും. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ പേരെഴുതാം. അപ്പോൾ നമുക്ക് എന്താ ഫുള്ളായിട്ട് എഴുതണോ? സിമിലർലി നമ്മൾ മുഴുവൻ എഴുതാൻ വലിയ പ്രൂഫായിരിക്കും. അങ്ങനെ എഴുതാൻ നിൽക്കണ്ട, ഒന്ന് തെളിയിച്ചാൽ മതി കേട്ടോ. കാരണം 6 എണ്ണം മുഴുവൻ ഉള്ളതെന്ന് കണ്ടു. 1ൻ്റെ പരപ്പളവ് 6ൽ 1 ആണെങ്കിൽ ഈ 6ഉം അതേപോലെ ആയിരിക്കും. 6ൽ 1 6ൽ 1 6ൽ 1 അങ്ങനെ 6 എണ്ണം ചേർന്നതാണ് ഈ വലിയ ത്രികോണം അല്ലേ. സിമിലർലി നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ഓൾ 6 സ്മോൾ ട്രയാങ്കിൾസ് ആർ സെയിം. നമുക്കൊന്ന് എഴുതി കൊടുക്കാം. ഇതിൻ്റെ പേര് നമ്മളിപ്പോൾ എഴുതി അല്ലേ. ഇതാ മിസ് ഇത് മുഴുവനായിട്ടൊന്ന് മായ്ക്കുന്നുണ്ട് കേട്ടോ. അയ്യോ സോറി, ഈ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മായ്ക്കട്ടെ. ജസ്റ്റ് ഓരോന്നിൻ്റെ ഏരിയ എഴുതാം നമ്മൾ. ഇത് 1/6 ആണ് തെളിയിച്ചു മൊത്തം ഏരിയേൻ്റെ അല്ലേ. ഇനി അടുത്തത് ഈ ത്രികോണത്തിൻ്റെ പേരെഴുതാം. ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞേ. സെയിം ഒന്ന് നമുക്ക് എടുത്തെഴുതാം. ട്രയാങ്കിൾ ഇത് M അല്ലായിരുന്നോ അല്ലേ. ട്രയാങ്കിൾ MRC, അതായത് ഏരിയ അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ MRC എന്ന് പറയുന്നത് മൊത്തം ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ എന്തായിരിക്കും? 6ൽ 1 ആയിരിക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അതേപോലെ അടുത്തതാരാ? ഏരിയ ഓഫ്, ഇനി ഈ ട്രയാങ്കിളിൻ്റെ പേര് പറ. ഇവിടുന്ന് ഇങ്ങനെ പോവാം നമുക്ക്. അപ്പം നമ്മൾ എന്തൊക്കെ തെളിയിച്ചു ഇപ്പോൾ? ഇത് നമ്മൾ 1/6 ആണെന്ന് തെളിയിച്ചു. ഇനി ഇത് 1/6 ആണെന്ന് എഴുതാൻ പോവാ അല്ലേ. അതായത് എത്രയാണ്? ഏരിയ ഓഫ് ഏത് ട്രയാങ്കിളുടെ? ആ ട്രയാങ്കിളുടെ പേരെന്താ? MQC ഈക്വൽ ടു 1/6 ഇൻറ്റു ഏരിയ ഓഫ് ABC. ഇത് സെയിം കാര്യം തന്നെ കേട്ടോ. അതേപോലെ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ പേര് പറ. ഇതും 1/6 ആ വരിക. ഇതിൻ്റെ പേരെന്താ വരിക? AMQ അല്ലേ. AMQ ഈക്വൽ ടു സെയിം തന്നെ 1/6. അതേപോലെ അടുത്തതിൻ്റെ പേര് ഇതും 1/6 വരും അല്ലേ. അതെന്താ പേര് പറയാ? APM എന്ന് പറയാം. ട്രയാങ്കിൾ APM ഈക്വൽ ടു അതും അതേപോലെ തന്നെ പറയാം. ഇനി തിരിച്ചിത് പറഞ്ഞുകൂടെ നമുക്ക്? 1/6 ആണ്. ഏതാ പറയാ? PMB അല്ലേ. എല്ലാം നമുക്ക് ഇത് എഴുതണമെങ്കിൽ നിർബന്ധമുള്ളവർക്ക് എഴുതാം കേട്ടോ. പക്ഷെ നമുക്ക് എഴുതിണ്ടാകുമ്പോൾ കുറേ വേണം. ഇപ്പം തന്നെ നമ്മൾ അരമണിക്കൂർ പറഞ്ഞു. ഏതായിരുന്നു പേര്? AMP ശരിയല്ലേ. അതിൻ്റെതും നമ്മൾ 1/6 ഏരിയ ഓഫ് ABC. അതായത് ഈ ABC എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൻ്റെ തുല്യ 6 കഷ്ണങ്ങളാക്കിയതുപോലെയാണ് ഇത് ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരപ്പളവ് ഏരിയ മലയാളം മീഡിയംകാരെന്ത് എഴുതിയാൽ മതി? പരപ്പളവ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി കേട്ടോ. അത് പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാത്തിൻ്റെയും പരപ്പളവുകൾ തുല്യമാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതിപ്പോൾ എന്ത് പ്രൂഫാന്നൊക്കെ തോന്നും. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അവിടെ മീഡിയനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മിസ് ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ അടുത്ത പ്രൂഫ് കൂടി ഒന്ന് പറയാം. എന്നാൽ പിന്നെ ആ 2 പ്രൂഫ് അവിടെ കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞത് ചിത്രത്തിലെ ത്രികോണത്തിൽ മധ്യമ കേന്ദ്രവും 3 മൂലകളും യോജിപ്പിച്ച് ത്രികോണത്തിനെ 3 ചെറിയ ത്രികോണങ്ങളാക്കി ഭാഗിച്ചിരിക്കുന്നു. 3 ത്രികോണങ്ങൾക്ക് ഒരേ പരപ്പളവ്. നേരത്തെ നമ്മൾ മീഡിയൻ വരച്ചായിരുന്നു അല്ലേ. ഇത് ഈ പോയിന്റ് ഇതിങ്ങനെ നീട്ടി വരച്ചാൽ ഇത് സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറും? മീഡിയൻ ആയിട്ട് മാറൂലേ. മധ്യമ കേന്ദ്രം അവർ പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റ് എന്താന്നാ? the picture below triangle is divided into small 3 triangles by joining
സെൻട്രോയിഡ്. അതായത് ഈ നടുവിലുള്ള പോയിന്റ് സെൻട്രോയിഡ് ആന്ന് പറഞ്ഞാൽ, മധ്യമ ബിന്ദു ആന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 3 വരകൾ എന്ത് വരകളാ? ഇത് മീഡിയൻസ് അല്ലേ? മീഡിയൻസിൻ്റെ പകുതിയേ ഉള്ളൂന്നേ ഉള്ളൂ. ഇതിനൊന്ന് നീട്ടി വരച്ചു കൊടുക്കുക അല്ലേ? ഇത് അതേപോലെ നേരത്തെ നീട്ടി വരച്ചു കൊടുക്കുക. ഇതിന് ജസ്റ്റ് ഒന്ന് നീട്ടിക്കഴിഞ്ഞാൽ നേരത്തെ 6 ത്രികോണങ്ങളായില്ലേ? നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഈ 6 എണ്ണത്തിനും ഒരേ പരപ്പളവാണ്. അപ്പം നമ്മളോട് ഈ 6 എണ്ണം പറയുന്നതിന് പകരം അവർ പകുതി വരച്ചിട്ട് പറയുകയാണ്. പകുതി വരച്ചു കഴിഞ്ഞാൽ അത് 3 ത്രികോണങ്ങളല്ലേ ആവുള്ളൂ. ഈ 3 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കാൻ നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെ സിമ്പിളായിട്ട് തെളിയിക്കാം. നമുക്ക് ഒരു കാര്യം അറിയാം, ഈ ഓരോന്നിൻ്റെയും പരപ്പളവ് 1/6 ഓഫ് ദ ടോട്ടൽ ഏരിയ ആണ് നമ്മൾ പറഞ്ഞല്ലോ. മുഴുവൻ പരപ്പളവിൻ്റെ ഈ ABC എന്ന് പറഞ്ഞ നേരത്തെ ത്രികോണം നമ്മൾ എടുത്തായിരുന്നു അല്ലേ? അതേപോലെ ഒന്നുകൂടി പേര് കൊടുക്കാം, ABC. ഇവിടെ ഒന്ന് മാറ്റി കൊടുക്കാം അല്ലേ? ഇതിനെ മിസ് MNO എന്നാക്കുന്നു. നടുവിലുള്ള പോയിന്റിന് എന്തെന്ന് എഴുതുന്നു? P ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് P ആണ്. അപ്പം നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞ BPC അല്ലേ? ഈ ത്രികോണം അതേപോലെ ഇത് ഈ വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവുകളാണ് നമുക്ക് തുല്യമാണെന്ന് തെളിയിക്കേണ്ടത്. അപ്പം ഈ വരകളെ ഒന്ന് നീട്ടി വരച്ചിട്ട് ഞാൻ മീഡിയൻസ് ആക്കി മാറ്റി. ശരിക്കും അത് മീഡിയൻ ആയിരുന്നു, അവരത് പകുതിയെ വരച്ചിട്ടുള്ളൂ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നടുവരകൾ അല്ലേ മലയാളത്തിൽ. അപ്പോൾ അതിനെ മിസ് ഒന്ന് നീട്ടി വരച്ചു. ഇനി അതൊന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് കഴിയും. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും നോക്കാം. അതായത് ആദ്യം നമുക്ക് ഈ ഏത് നോക്കാം? BPC എന്ന് പറയുന്ന ഈ താഴെയുള്ള ത്രികോണം ഒന്ന് നോക്കാം. ഇവിടെയും കൂടെ പേര് കൊടുക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് മിസ് കട്ട് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാതെയും കാണിച്ചു തരാം, അപ്പോൾ സുഖം ഉണ്ടാവും. അതായത് നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്ത ട്രയാങ്കിളാ ഏരിയ ഓഫ് ട്രയാങ്കിൾ BPC. ഈ BPC എന്ന് പറഞ്ഞ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? എടാ അത് 2 ത്രികോണങ്ങളായിട്ട് സ്പ്ലിറ്റ് ആയത് കണ്ടോ? ഞാൻ ഇങ്ങനെ നീട്ടി വരച്ചപ്പം അല്ലേ? അപ്പം നിങ്ങളും ചിത്രം പ്രൂഫ് എങ്ങാനും എക്സാമിന് വന്നതേപോലെ ഒന്ന് നീട്ടി വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 2 ചെറിയ ത്രികോണങ്ങൾ, ഈ വലിയ ത്രികോണം എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണം ചേർന്നതല്ലേ? വലുതിൻ്റെ പരപ്പളവ് കിട്ടാൻ ഈ ചെറുതിൻ്റെ 2 എണ്ണം കൂട്ടിയാൽ പോരെ? അതായത് BPO എന്ന് പറഞ്ഞ ത്രികോണവും POC അല്ലേ? POC എന്ന് പറയുന്ന ഈ 2 ത്രികോണം കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ BPO എന്ന് പറയുന്ന ചെറുതും അതേപോലെ ഏരിയ ഓഫ് ആരുടെ ഏരിയ? ട്രയാങ്കിൾ OPC അല്ലേ? OPC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെയും കൂടെ കൂട്ടുക. അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? എടാ ഈ ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തു. ഈ വലിയ ത്രികോണത്തിൻ്റെ 6/1 അല്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? അതിന് പകരം മൊത്തം ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ ഏരിയയുടെ 6/1. അതായത് 1/6 ഓഫ് ഏരിയ ABC. വലിയ ത്രികോണത്തിൻ്റെ 6/1 ഭാഗമാണ് ഇത്. അതേപോലെ തന്നെ ഇതും അല്ലേ? ഈ ചെറിയ 2 എണ്ണം 6/1 അല്ലേ? എല്ലാം 6/1 നമുക്കറിയാം. അപ്പോൾ നമുക്ക് അതും എഴുതി കൊടുക്കാം. 1/6 ഓഫ് ഏരിയ ഓഫ് ABC. രണ്ടും അതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത് 2നും ഒരേ പരപ്പളവാണ് അല്ല 6നും ഒരേ പരപ്പളവാണ്. ഇപ്പോൾ ഈ 1/6ഉം 1/6ഉം കൂട്ടിയാൽ നമുക്ക് എത്ര വരും? രണ്ടും സെയിം അല്ലേ? ഇത് ABC ആണ്, ABC ആണ്. അപ്പോൾ 1/6 + 1/6 എത്ര വരും? രണ്ടും സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ടല്ലേ? താഴെ ഭാഗം സെയിം ആയതുകൊണ്ട് മുകളിൽ കൂട്ടിയാൽ മതി. 1 + 1 അതായത് 2/6 എന്ന് വരും. 2നെ 6നെ ഒന്ന് കട്ട് ചെയ്തൂടെ? 2ൽ ഒരു 2ഉം 6ൽ എത്ര 2? 3 2. അതായത് 1/3 ഓഫ് ഏരിയ ABC. അതായത് ഈ ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് മൊത്തം ത്രികോണത്തിൻ്റെ 6/1 പക്ഷേ നമ്മൾക്കിപ്പോൾ കിട്ടി BPC എന്ന് പറയുന്ന ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് മുഴുവൻ ത്രികോണത്തിൻ്റെ 3/1. കാരണം ഈ ത്രികോണത്തിനെ നേരത്തെ ആക്കിയ പോലെ 6 എണ്ണം ആക്കിയിട്ടില്ല. ചോദ്യത്തിൽ 3 എണ്ണല്ലേ ഉള്ളായിരുന്നു. അപ്പം മൊത്തം ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 1/3 ഭാഗം അത്. അതേപോലെ തന്നെ ഇതും 3/1 ഇതും 3/1 ഇതിപ്പോൾ 3/1 നമ്മൾ തെളിയിച്ചു. അതേപോലെ ഇതും 3/1 ഇതും 3/1. അങ്ങനെ ഈ 3/1 എല്ലാം കൂടി 3 എണ്ണം കൂടി ചേർത്താൽ ടോട്ടൽ പരപ്പളവായില്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? അതേപോലെ തന്നെ അടുത്തത് എഴുതാം അല്ലേ? ഇനി വേറെ എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ഒന്നുകൂടി എഴുതാം നമുക്ക്. അപ്പോൾ അത് കിട്ടി. അതേപോലെ ഇനി അടുത്ത ത്രികോണം എടുക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ APC. ഏതാ APC? ഇതാ ഈ വലത്തോട്ടുള്ള ത്രികോണം. ഈ ത്രികോണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂട്ടിയതാ? ANPയും PNCയും. ശരിയല്ലേ? ഈ 2 ചെറുതുകൾ കൂട്ടിയാലല്ലേ ഈ APC എന്ന് പറയുന്ന വലിയ ത്രികോണം കിട്ടുക.
അതും ഇതേപോലെ 1/6ഉം 1/6ഉം കൂട്ടിയാൽ 1/3 തന്നെയാവും. ശരിയല്ലേ? ആ 1/3 വന്ന കണക്കാണ് ഇവിടെ കാണിച്ചത് കേട്ടോ. 1/6ഉം 1/6 എങ്ങനെയാണ് 1/3 എന്നൊന്നും ചിന്തിക്കരുത്. 1/6ഉം 1/6ഉം ആഡ് ചെയ്താൽ 2/6 എന്ന് കിട്ടും. 2/6നെ കട്ട് ചെയ്തിട്ട് 1/3 ആക്കിയതാണ്. ഓക്കെ അല്ലേ? സെയിം ആൻസർ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? APC എന്നുള്ള ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഇനി അങ്ങനെ എഴുതണ്ട അല്ലേ? നമ്മൾ രണ്ടെണ്ണമാക്കി എഴുതുന്നില്ല. ഇതേപോലെ തന്നെ സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇതേപോലെ നമുക്ക് എന്ത് കിട്ടും? മൊത്തം APC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് മൊത്തം ത്രികോണത്തിൻ്റെ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ 1/3 ഭാഗമാണ് അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അപ്പോൾ അതും കിട്ടി. അതേപോലെ അല്ലേ, ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു APC. അതേപോലെ തന്നെ ഇങ്ങോട്ടുള്ള ത്രികോണം ഏതാ? APB അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ APB എന്ന് പറയുന്നതും മുഴുവൻ വലിയ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ എത്ര തന്നെയാണ് വരും? ത്രികോണം ABCയുടെ 1/3 ഭാഗമാണ്. കാരണം ഇവിടെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഇല്ലേ, ഈ ഇതിന്ന് നേരത്തെ പറഞ്ഞ സെയിം കാര്യം. ഇത് രണ്ടും കൂട്ടി ത്രികോണത്തിൻ്റെ പേരുകൾ മാറുന്നേ ഉള്ളൂ ഓരോന്നിലേക്ക് പോകുമ്പോഴും കേട്ടോ. വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ 3 ത്രികോണത്തിൻ്റെ ഏരിയ ABC എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ 1/3 കിട്ടിയല്ലോ. അതായത് ഈ ത്രികോണത്തിൻ്റെ ഒക്കെ ഏരിയ സെയിം ആണെന്നല്ലേ കിട്ടിയ? ഒക്കെ 1/3 1/3 1/3 എന്നല്ലേ കിട്ടിയത്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? Therefore areas of all these 3 triangles അല്ലേ are same. അല്ലെങ്കിൽ all the triangles have the same area. എങ്ങനെ വേണമെങ്കിലും പറയാം. ഈ 3 ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണ് എന്ന് മലയാളത്തിൽ എഴുതാം കേട്ടോ. അതായത് ഈ 3 ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണ്. തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യനിൽ ഇത് 6 എണ്ണാക്കി തന്നു. അപ്പോൾ 1/6 വന്നു. ഇപ്പം 3 എണ്ണാക്കി തന്നു. കാരണം ഈ മീഡിയൻ, ഈ വര പകുതി വെച്ച് നിർത്തി അവർ, ഈ മൂലയിൽ വെച്ചിട്ടില്ലേ, ആ പോയിന്റിൽ വെച്ച് നിർത്തി. അതുകൊണ്ടാണ് അത് 3 എണ്ണമായിട്ട് മാറിയത്. അപ്പോഴും പരപ്പളവ് തുല്യാന്ന് തന്നെ തെളിയിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ ഈ ചാപ്റ്ററിൽ 2 ചോദ്യം കൂടെ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ വളരെ സിമ്പിളാണ്. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ഈ പ്രൂഫ് കാണുമ്പം ഒരു തലവേദന ഉണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങൾ ശരിക്കും ഇരുന്ന് പഠിക്കുക. നമ്മളെ ഫസ്റ്റ് ഭാഗത്ത് വരയ്ക്കാനുള്ള ചോദ്യം ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. വരയ്ക്കാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതും ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നുള്ള ഇതിലെ പ്രൂഫുകൾ, തുടക്കമുള്ള പ്രൂഫുകളില്ലേ, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അത് വളരെ എളുപ്പമുള്ള പ്രൂഫുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ്, ഇതൊന്നും മാത്സ് അങ്ങനെയും ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് ഈ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്യാം. ഞാനൊരു സജഷൻ പറയാമെന്നുള്ളൂ, എല്ലാവരോടും അല്ല. ബാക്കി പക്ഷേ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇതിൽ മെയിനായിട്ട് വരിക വരയ്ക്കാനാണ്. പിന്നെ ആ പ്രൂഫും വരും. നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് പഠിച്ച് ഇതും വരില്ല എന്നല്ല, പക്ഷേ അത്രയും ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്യാമെന്ന് സജഷൻ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാം. അപ്പം മിസ് അടുത്ത ക്ലാസ്സിൽ തന്നെ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഓൾസോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും പെട്ടെന്ന് തന്നെ തീർക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക്